ഗുഡ് മോർണിംഗ്. 9:33 സമയം. ഇന്നത്തെ ഓപ്ഷൻ ബൈയിങ് ലൈവ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഇന്ന് ഓൾറെഡി ഞാനൊരു ലൈവ് സെഷൻ ക്ലാസ്സിലാണ്. അപ്പം ഇത് വോയിസ് ഓവർ കൊടുത്താണ്. അപ്പോൾ നമ്മുടെ ട്രേഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്താണ് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതിൻ്റെ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും വീഡിയോ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ, നമ്മൾ ഇന്ന് പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ലെവൽസ്, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ അപ്സൈഡിലേക്ക് പോകാനായിരിക്കും. അപ്പോൾ ഒരു 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ കിട്ടിയിട്ടേ നമ്മൾ അപ്സൈഡിലേക്ക് പോകുന്നുള്ളൂ. ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടൊന്നുമല്ല നമ്മുടെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി എവിടെയാണ് എടുക്കുന്നത് ആ സമയത്ത് നമ്മൾ അപ്സൈഡിലേക്കായിരിക്കും കയറുക. ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ലിക്വിഡിറ്റി ഞാൻ ഇന്നലെ പ്രീവിയസ് ടൈമിൽ മാർക്ക് ചെയ്ത ഏരിയയാണ് 24,337 338. ഇതിൻ്റെ രണ്ടിന് താഴേക്ക് വരികയാണ് ഞാൻ അപ്സൈഡിലേക്കാണ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മൾ അപ്സൈഡിലേക്ക് തന്നെയാണ് ഇപ്പോൾ നോക്കുക. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ 50,454 താഴേക്ക് വരികയാണെങ്കിൽ ഞാനൊരു അപ്സൈഡ് ട്രേഡ് ആയിരിക്കും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ 1 മിനിറ്റിൽ നമുക്കൊരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ രണ്ടും ലിക്വിഡിറ്റി ഏരിയയിലാണ്. അപ്പോൾ ട്രേഡൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. നമുക്ക് എടുക്കണമെങ്കിൽ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ കിട്ടണം. അതുപോലെ അപ്സൈഡുള്ള ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ 24,389. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്കും നമുക്ക് നോക്കാം. നമുക്ക് താഴേക്ക് നോക്കണമെങ്കിൽ അത്രയും മുകളിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ താഴെ പുതിയൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, വൺ മിനിറ്റിലേക്ക് മാറ്റി നോക്കുമ്പോൾ നമുക്ക് 1 മിനിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 1 മിനിറ്റിൽ ഒരു പ്രൈസ് എന്താ വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മളിപ്പോൾ ഇനീഷ്യലി നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ജസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്കിൽ ഞാൻ എടുത്തിട്ടില്ല. നിഫ്റ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിഫ്റ്റി ആ ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ഏരിയ അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ നിഫ്റ്റി എടുക്കാത്തതുകൊണ്ട് പിന്നെ അത് ഒന്ന് ചവിട്ടിയതാണ്. മാർക്കറ്റ് നിഫ്റ്റിയിലും കൂടെ വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹ്യൂജ് ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ക്യാൻഡിൽ റെഡ് കാണുമ്പോൾ ആളുകൾ താഴേക്കായിരിക്കും ഇനീഷ്യലി പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെയൊക്കെ താഴെയുള്ള ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് കുറച്ച് ആളുകൾ വീണ്ടും ഒരു ഫസ്റ്റത്തെ 50 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെയൊക്കെ ലോ ഒക്കെ എടുക്കുമ്പോൾ വീണ്ടും പുതിയ ആളുകൾ ഇന്നെന്താണ് നെഗറ്റീവ് ന്യൂസാണ്, മാർക്കറ്റ് നന്നായി ഫാൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് താഴേക്ക് ട്രേഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ അപ്സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകൂടി ഇന്നത്തെ ലോൻ്റെ ഒക്കെ അടുത്തേക്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:06 ആയിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി നോക്കാം. 50,100 കോൾ ഓപ്ഷന് ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. 386 ഇപ്പോൾ അതിൻ്റെ പ്രൈസ്. ജസ്റ്റ് 75 ക്വാണ്ടിറ്റി ഒരു കുറച്ചും കൂടി താഴെ വന്നു 380 ഒക്കെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഒരു 20 റേഞ്ചിൽ കൊടുക്കാം. നമുക്ക് നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറയുമ്പോൾ ഇന്ന് ഉണ്ടാക്കിയൊരു ലോ ഉണ്ടല്ലോ, അതായത് ഇന്ന് ഉണ്ടാക്കിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് നല്ല ബെയറിഷ് ക്യാൻഡിലായിരുന്നു. ഫസ്റ്റ് 50 മിനിറ്റ്സ് ക്യാൻഡിൽ താഴേക്ക് വന്നു. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇന്നത്തെ ഡേ ലോ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കാം. മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്യട്ടെ. 50,150 റേഞ്ചിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ്. നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലും കൂടെ ഞാൻ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കൂടെ നമ്മുടെ ഒരു പ്രൈസ് ആക്ഷൻ നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുമ്പോഴാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക. നമ്മുടെ എന്താ പറയുക 50,100 ഒന്ന് വാച്ച് ലിസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേക്കാം. ഗ്രാഫിൽ 385 ആയിട്ടാണ് അതിൻ്റെ പ്രീമിയം. കുറച്ചും കൂടി താഴെ വരട്ടെ. കുറച്ചും കൂടി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 350 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. 370 ലോവസ്റ്റ് പ്രീമിയം. താഴേക്ക് വരുന്നുണ്ട്. ഒരു റേഞ്ച് എത്തിയാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. വെയിറ്റ് ചെയ്യാം. എൻട്രി വന്നിട്ടില്ല, വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പ്രീമിയം കുറച്ചും കൂടി വീണ്ടും കയറിയില്ലേ, ഒരു എന്താ പറയുക 20 പോയിൻറ്റ്സും കൂടി താഴേക്ക് ഇറങ്ങിയാൽ മതി. നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. വെയിറ്റിംഗ് ഏതായാലും എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ,
സമയം 10:12 ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്ക് എൻട്രി തരാതെ കുറച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ നിഫ്റ്റിയിലും ഇതുപോലെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 24,225 എന്ന റേഞ്ച് ടാപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇപ്പോൾ 24,240 ഒരു 15 പോയിൻറ്റും കൂടെ നിഫ്റ്റി താഴെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി കണ്ടോ, നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു വീണ്ടും മുകളിൽ നിഫ്റ്റിയിൽ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പോവാം. ബാങ്ക് നമ്മൾ 50,260 എത്തിയില്ലേ, നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മാർക്കറ്റ് ഒരുപാട് മുകളിലേക്ക് പോയി ബാങ്കിൽ. ഇനി നിഫ്റ്റിയിൽ ആ ഒരു റേഞ്ചിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. മാർക്കറ്റ് നന്നായിട്ട് അപ്സൈഡ് മൂവ്മെൻറ്റ് കാണിക്കുകയാണ്. എൻട്രി തരാതെ അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തു എന്ന് കരുതി എൻട്രി കിട്ടണമെന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ ടാർഗറ്റ് അടിക്കണമെന്നില്ല. എല്ലാം അറിയാമെന്ന് വിചാരിക്കും. ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഉള്ള ഒരു ഇതെന്താ വെച്ചാൽ 2-3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇപ്പോൾ പ്രോഫിറ്റ് വന്നു അല്ലേ. അപ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഈ ഒന്ന് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ഡെയിലി പ്രോഫിറ്റ് ആവുമല്ലോ അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഡെയിലി ഞാൻ ആദ്യം തന്നെ അവരോട് നെഗറ്റീവ് റേഞ്ചിൽ തന്നെയാണ് കാര്യങ്ങൾ പറയാറുള്ളത്. കാരണം ഡെയിലി പ്രോഫിറ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും ഇത്ര കിട്ടുന്നു ഒരു ഗ്യാരണ്ടി ഇല്ല. അതാണ് ട്രേഡിംഗ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ ആന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ മൈൻഡ് തന്നെ വരില്ല. അവർ പ്രതീക്ഷ എപ്പോഴും ഒരു അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് കിട്ടും എന്നുള്ള വ്യൂവിൽ തന്നെയാണ് അവരെപ്പോഴും ചോദിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാനത് നെഗറ്റീവായിട്ട് തന്നെ അവരോട് പറയാൻ കാരണം അത് നമുക്കൊരു പോസിറ്റീവ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ആവും. ഈ ഒരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റബിൾ ആവും എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതന്നെ ബെറ്റർ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് വെറുതെ ഒരാൾക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുത്ത് ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി എന്നുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എന്നും പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു ചിന്ത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ പറയാറുള്ളത്. അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ പഠിച്ചാലേ കുറച്ചും കൂടി ബെറ്റർ ആവും എന്നുള്ളതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതായത് ഇതിൻ്റെ ഒരു റിസ്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഏതായാലും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് നിഫ്റ്റി 24,200 ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. 250 ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കറ്റ് കുറച്ചൊന്ന് താഴെ വരികയാണെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒരു 168 എത്തുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു 6 പോയിൻറ്റ്സ് ഒക്കെ SL കൊടുത്തിട്ട് 168 മീൻസ് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോഴേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് 24,225 വരുമ്പോഴേക്കും 168 താഴെ കണ്ടോ, 169 ആണ് ഒരു സിംഗിലോ. അതിൻ്റെ താഴേക്കൊക്കെ വരികയാണെങ്കിൽ നോക്കാം നമുക്ക്. പ്രീമിയത്തിൽ 165 ഒരു ലിക്വിഡിറ്റി ഉണ്ട്, 168 ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി അതായത് 24,225 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിലൊക്കെ പ്രീമിയം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം. മാർക്കറ്റ് സ്റ്റിൽ അപ്സൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കൊക്കെ നല്ല ബുള്ളിഷായിട്ട് മുകളിലേക്ക് തന്നെ പോവാണ്. ബാങ്കിലൊന്നും ഒരു എൻട്രി നമുക്ക് കിട്ടുന്നില്ല. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സമയം 10:24 നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത എൻട്രി ഓൾമോസ്റ്റ് 200 പോയിൻറ്റ് സ്പോട്ടിൽ പ്രീമിയത്തിൽ മൂവ് ചെയ്തില്ല ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. മാർക്കറ്റ് സ്ട്രൈറ്റ് മൂവ് ചെയ്ത് ഒറ്റ ലിക്വിഡിറ്റി എടുക്കാതെ അങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ വ്യൂ കറക്റ്റ് തന്നെയായിരുന്നു, ബുള്ളിഷായിട്ട് മാർക്കറ്റ് പോകുന്നുള്ള വ്യൂ. പക്ഷേ നമുക്ക് എൻട്രി തന്നിട്ടില്ല. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഡൗൺ സൈഡ് ട്രേഡ് കൗണ്ടർ ട്രേഡ് നോക്കാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:32 നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാം. ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബൈ കൊടുക്കാം. 20 പോയിൻറ്റ്സ് SL കൊടുത്തിട്ടുണ്ട്. 50,500 പുട്ട് ഓപ്ഷനാണ് നമുക്ക് നേരത്തെ കോൾ ഓപ്ഷൻ നോക്കിയിട്ട് എൻട്രി കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ പുട്ട് ഓപ്ഷനിൽ ഒരു ചെറിയൊരു കൗണ്ടർ ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 313 എൻട്രി വരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ലോൻ്റെ അടുത്തൊക്കെ എത്തുകയാണെങ്കിൽ അതിന് മുന്നൊക്കെ തന്നെ നമുക്ക് 100 പോയിൻറ്റ്സ് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നമ്മുടെ പൊസിഷനിൽ നമ്മുടെ ഓർഡേഴ്സൊക്കെ 313 എൻട്രി. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് 293 അല്ലേ? ആ കറക്റ്റാണ്. ചില സമയത്ത് ഒന്ന് റീചെക്ക് ചെയ്യണമെന്നല്ല, ചില സമയത്ത് ഫ്ലാറ്റ് റേറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് കാണാറുണ്ട്. ടാർജറ്റ് ബി ഓർഡറിലാണ് ഏറ്റവും പ്രശ്നം കാണാറുള്ളത്. നോർമൽ സി ഓർഡറിൽ അങ്ങനെ പ്രോബ്ലം വരാറില്ല. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടല്ലേ, 10 പോയിൻ്റ് അടുത്ത് മാർക്കറ്റ് ചെറിയൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 10:35 നമ്മുടെ ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡ് തന്നെ സ്റ്റോപ്പ് ലോസ്. ഞാൻ അവിടുന്ന് ഡൗൺ വ്യൂ വരുമെന്ന് വിചാരിച്ച് ട്രേഡ് എടുത്തു. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ഇനിയിപ്പോൾ 50 മിനിറ്റ്സ് സബ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് 50,632.
അതാണ് ആദ്യം ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡൗൺ സൈഡ് നോക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ആണെങ്കിൽ താഴെ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ അപ്പ് സൈഡ് നോക്കാം. നിഫ്റ്റിയും സ്റ്റിൽ ബുള്ളിഷായിട്ട് തന്നെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ന്യൂസ് രാവിലെ വന്നു, ഒരുപാട് ആളുകൾ പുട്ട് ഓപ്ഷൻ എടുത്ത് താഴേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അവരുടെയൊക്കെ SL അടിച്ചിട്ടുണ്ടാവും. ഇനി മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള എൻ്റെ വ്യൂ. അടുത്ത ഒരു എൻട്രി പക്ഷേ നമ്മൾ ബാങ്ക് ഒരു 50,632 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് താഴേക്ക് നോക്കാം ആ ഒരു ഏരിയയിൽ നിന്ന്, അതാണ് വ്യൂ. അല്ലെങ്കിൽ നിഫ്റ്റി 24,389 ആ ഒരു റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് നോക്കാം എന്നുള്ളതാണ് വ്യൂ. സ്റ്റിൽ ബുള്ളിഷായിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി 24,312 ഇപ്പോൾ നിൽക്കുന്നത്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 12:32 ആയിട്ടുണ്ട്. നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. 50,700 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. നമുക്ക് 318 എൻട്രി വന്നിട്ടുണ്ട്. നമ്മുടെ SL 20 പോയിൻറ്റ്സ് റേഞ്ചിലാണ്, ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ എൻട്രി എടുത്തത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത ആ ഒരു ലിക്വിഡിറ്റി ഏരിയയൊക്കെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയൊക്കെ ബാങ്ക് ടാപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡ് ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത്. 325 രൂപ പ്രോഫിറ്റിലാണ്. ഇപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഇൻ കേസ് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രേഡിന് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട്, ഫസ്റ്റ് ട്രേഡ് നമുക്ക് 3 മിനിറ്റ് കൊണ്ട് SL അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്തായിരുന്നു, അതിൽ SL ആണ്. രണ്ടാമത്തെ ട്രേഡും ഇന്ന് ഡൗൺ സൈഡ് തന്നെ നോക്കാൻ കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഇന്ന് രാവിലത്തെ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ കണ്ടു. മാർക്കറ്റ് ഭയങ്കര നെഗറ്റീവ് ന്യൂസ്, നല്ല ഡൗൺ മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഓവറോള് ഇപ്പോൾ ലോസിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു. SL വളരെ പെട്ടെന്ന് അടിക്കുമോ നോക്കാം. രാവിലെ തന്നെ നല്ല നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വ്യൂ, മാർക്കറ്റ് രാവിലെ ഒരുപാട് ആളുകൾ ബെയറിഷ് ട്രേഡിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ SL അടിച്ചിട്ട് ഇനി താഴേക്ക് വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ നിഫ്റ്റിയും നന്നായിട്ട് പോയിട്ടുണ്ട്. നിഫ്റ്റി 24,386 മുകളിലുള്ള ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. 400 മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 400 മുകളിലേക്കൊക്കെ പോകുമ്പോൾ നിഫ്റ്റിയിലും നമുക്ക് എന്താണ് ഒരു താഴേക്ക് പ്രതീക്ഷിക്കാം, കുറച്ചൊന്ന് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നിഫ്റ്റിയിലും നോക്കാം. അതുകൊണ്ട് രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ. പക്ഷേ അറിയില്ല മാർക്കറ്റ് ഇനി താഴെ വരുമോ അല്ലെങ്കിൽ നമ്മൾ ഇനിയും മുകളിലേക്ക് തന്നെ പോകുന്ന ഒരു ഐഡിയ ഇല്ല നമുക്ക്. നമ്മുടെ സെറ്റപ്പ് പ്രകാരം ഒരു എൻട്രി കിട്ടി, അവിടെ എടുത്തു. ഇപ്പോൾ ചെറിയ ലോസിലാണ്, 900 റേഞ്ച് ഒരു ലോസിലാണ്. എഗെയിൻ അപ്സൈഡ് ആണെങ്കിൽ കഴിഞ്ഞു, ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും. 933 രൂപ ലോസ്. 700 മുകളിലേക്ക് പോകുന്ന സുഖമായിട്ട് SL അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രീമിയം 307 നമുക്ക് എൻട്രി എടുത്ത് 318 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 308 സംതിങ് റേഞ്ചിലാണ്. അല്ല സോറി 298 റേഞ്ചിലായിരിക്കും. അപ്പോൾ 304 ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഇനി ഡയറക്റ്റ് കയറി പോകേണ്ടി വരും, അല്ലെങ്കിൽ SL ആണ് മിക്കവാറും താഴേക്ക് വന്നിട്ടില്ലെങ്കിൽ. ആ ട്രേഡിലും SL ആണ്. രണ്ടാമത്തെ ട്രേഡാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ രണ്ടാമത്തെ ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. ഇപ്പോൾ ഇനിയൊരു ചാൻസ് ഒന്നുകിൽ താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കണം. അപ്പോൾ ബാങ്ക് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിരുന്നു. ആ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റിയിൽ നിന്ന് ചിലപ്പോൾ ആ ഒരു ട്രേഡ് എടുത്താലും മിക്കവാറും ടാർഗറ്റ് അടിക്കുന്നതിന് മുമ്പ് SL അടിച്ചിട്ടുണ്ടാവും, അർദ്ധ മണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഒരു ലിക്വിഡിറ്റി 5 മിനിറ്റ്സ് ബാങ്ക് ടാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ടല്ലേ ബാങ്കിലൊരു അപ്പ് സൈഡ് എൻട്രിയും. പക്ഷെ ഞാനിന്നൊരു ബെയറിഷാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് രാവിലെ നല്ല ബെയറിഷായി, നല്ല അപ്പ് സൈഡ് പോയിട്ട് ആളുകളൊക്കെ SL എടുത്തുകൊണ്ട് താഴേക്ക് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇനിയിപ്പോൾ എനിക്കൊരു ഓപ്ഷൻ ഉള്ളത് 24,431 എന്ന റേഞ്ച് നിഫ്റ്റിയിൽ ഒരു 5 ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഞാൻ ട്രേഡ് നോക്കും. ഇനിയിപ്പോൾ ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് പുതിയ സ്ട്രക്ചർ ഫോം ചെയ്യണവരെ വെയിറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് സമയം 12:30 ആയിട്ടുണ്ട്. 2 SL, ഇനിയിപ്പോൾ മാക്സിമം ഒരു ട്രേഡും കൂടെ SL അടിച്ചാൽ പിന്നെ ഇന്നത്തെ പരിപാടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. മാക്സിമം 3 SL വന്നു കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും. ഇൻ കേസ് അത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി പിന്നെയും നോക്കുള്ളൂ, നാലാമത്തെ. അല്ലെങ്കിൽ അത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ എൻട്രി കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് ചെയ്യുന്നില്ല, ഈ 2 ട്രേഡിൽ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:48 ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ട് ബാങ്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്.
നമ്മൾ പ്ലാൻ ചെയ്ത 24,431 എന്നുള്ള റേഞ്ച് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയൊരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് ആയിരിക്കും നോക്കുക. നിഫ്റ്റി ഒന്ന് താഴേക്ക് വന്നാൽ ഡൗൺ സൈഡിലേക്കായിരിക്കും നോക്കുക. നമ്മൾ പുട്ട് ഓപ്ഷനൊക്കെ റെഡിയാക്കി വെക്കും. ഈ ഒന്ന് അറ്റ്ലീസ്റ്റ് താഴെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. ഒന്നുകിൽ 24 ഇന്നത്തെ ലോ ടാർഗറ്റ് വെക്കാം, അല്ലെങ്കിൽ 24,339 ആ റേഞ്ചിലെങ്ങാണ്ട് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അവിടെയും ടാർഗറ്റ് വെക്കാൻ പറ്റും. വെയിറ്റ് ചെയ്യാം, എൻട്രി വരട്ടെ. വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എടുക്കാം. എൻട്രി എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 1:06. ഓൾറെഡി നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. 1 മണിക്ക് എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ ടൈം കാണിച്ചു തരാം. ഇവിടെ 1 മണിക്ക് എൻട്രി 124 പ്രീമിയം കിട്ടി. 24,450 പുട്ട് ഓപ്ഷൻ, 6 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ നമ്മൾ 1,500 രൂപ റേഞ്ചിൽ പ്രോഫിറ്റ് ആണല്ലേ. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,339. ഈ ഒരു ട്രേഡ് നന്നായിട്ട് ടാർഗറ്റിലേക്ക് വരാൻ നല്ലൊരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ 1,500 രൂപയൊക്കെ വരെ പ്രോഫിറ്റിലാണ്. ഈ ഒരു ട്രേഡ് ടാർഗറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാവും. കാരണം അവിടെ നിന്നൊരു എൻട്രി എടുത്തോടുന്ന് 100-ലധികം പോയിൻ്റ് ഉണ്ട് സ്പോട്ട് പ്രൈസിൽ. ഒരു 50-60 പോയിൻ്റൊക്കെ സുഖമായിട്ട് ആ ഒരു റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടും. 1:10 ഒക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ സെയിം റീസൺ ആണ്. ഇപ്പോൾ മാർക്കറ്റ് 24,400 മുകളിലേക്ക് നല്ലതായിട്ട് പ്രീമിയം പോകുന്നുണ്ടല്ലേ. പ്രീമിയം മൂവ് ചെയ്യുന്നുണ്ട്. 2,000 രൂപയൊക്കെ റേഞ്ചിൽ പ്രോഫിറ്റായി. നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു രാവിലെ ഒരു ലിക്വിഡിറ്റി എടുത്ത് താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. പുട്ട് ഓപ്ഷൻ ബയേഴ്സിനെ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തു. മാർക്കറ്റ് നന്നായിട്ട് അപ്സൈഡ് മൂവ് ചെയ്തു. അപ്സൈഡുള്ള 24,386 400 മുകളിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ താഴേക്ക് ഉള്ളൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു താഴേക്കുള്ളൊരു മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യൂ. 24,339 ഈസി ആയിട്ട് ടാപ്പ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം. ചിലപ്പോൾ 100 പോയിൻ്റ് സ്പോട്ടിൽ പോയാൽ ചിലപ്പോൾ 70-80 പോയിൻ്റ് വരെ ചിലപ്പോൾ സമയത്ത് കിട്ടാറുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 50 പോയിൻ്റൊക്കെ 60 പോയിൻ്റൊക്കെ ആയിരിക്കും കിട്ടുക. നോക്കാം. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഇവിടുന്ന് സ്ട്രൈറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ നമ്മുടെ SL ഹിറ്റ് ആവും. SL നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 6 പോയിൻറ്റ്സ്. ഈ ഒരു ട്രേഡിൽ ലോസ് വന്ന് നമുക്ക് 1,500 രൂപ ആയിരിക്കും ലോസ് വരിക. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ട്രേഡ് എടുത്ത് 45 മിനിറ്റായി നമ്മുടെ SL അടിച്ചിട്ടുണ്ട്. നമ്മുടെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ 3 ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ട്രേഡ്, സെക്കൻഡ് ട്രേഡ്, തേർഡ് ട്രേഡ്. അപ്പോൾ ഇനി 3 SL ആയതുകൊണ്ട് ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തു മാർക്കറ്റ് ഇന്ന് അത്യാവശ്യം ഒരു 24,338 ടാപ്പ് ചെയ്യും ഫാസ്റ്റായിട്ടെന്ന്. പക്ഷേ മാർക്കറ്റ് എഗെയിൻ അപ്സൈഡ് തന്നെ പോയത്. അറിയില്ല ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമോ മുകളിലേക്ക് പോകുമോ. ഏതായാലും ഇനി ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നമ്മുടെ വ്യൂ ഒക്കെ 3 ട്രേഡും SL ആണ്. നോക്കാം. മാർക്കറ്റ് ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു താഴേക്ക് കുറച്ച് ചെറുതായിട്ടെങ്കിലും വരണം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും കുറേ നേരമായി ഡേ ഹൈ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇനി ഏതായാലും ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നാളെ നോക്കാം. ഇനി നാളെ അവസരമുണ്ട്. ഇനി മാക്സിമം 3 ലോസിലപ്പുറം ഇനി പോയാൽ പിന്നെ ഇമോഷണലി അധികം പ്രശ്നം വരും. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.